യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയതല്ല, അടുത്ത് പിന്നീടാവട്ടെ എന്ന് കരുതി. കാരണം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളം എന്ന് പറയുമ്പോൾ ആ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു ഭൂപ്രകൃതി ആണ് അതിൻ്റെ പ്രത്യേകത, അല്ലേ? അത് ഏതൊരു സംസ്ഥാനത്ത് ചെന്നാലും ഏതൊരു രാജ്യത്ത് ചെന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മറ്റ് ഉള്ള സംസ്ഥാനങ്ങളെ രാജ്യങ്ങളെ അപേക്ഷിച്ച്. അപ്പം ഞങ്ങൾ ഈ ഇവിടെ നിന്ന് യാത്ര പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പാലക്കാട് ഒരു തുരങ്കമുണ്ടല്ലോ, ഫേമസ് കുതിരാന, അല്ലേ? അപ്പം ഞാൻ അതിൽ അങ്ങോട്ട് അതിനെ ആ ഒരു ഇതിലേക്ക് അടുത്തടുത്ത് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇതാ തുരങ്കമാണ്. ഞാൻ പറഞ്ഞു ആ തുരങ്കം, അപ്പോൾ ഈ കുതിരാൻ തുരങ്കമാണ് ഇങ്ങനെ. ഞങ്ങളപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും വലിയൊരു മല, അല്ലേ? അതിനെ മനുഷ്യരെല്ലാവരും കൂടെ ചേർന്ന് തുരന്നെടുക്കുകയാണ്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, മണ്ണിലൊക്കെ എലികൾ തുരന്ന് അവർക്ക് താമസിക്കാനുള്ള വീട് ഉണ്ടാക്കത്തില്ലേ, അതേ മാതൃകയിൽ താമസിക്കാനല്ലെങ്കിലും യാത്രയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യർ ഇതുപോലെ ഇരുന്ന് തുരന്ന് അപ്പുറം വരെ എത്തി, അല്ലേ? അപ്പം ഞാനതിങ്ങനെ അപ്പോൾ ആ ഒരു എക്സാമ്പിൾ സൈഡ് ഞാനിങ്ങനെ പറഞ്ഞു, എലികളുടെ അതേ രീതിയിൽ മനുഷ്യരും തുരന്ന് അവിടെ എത്തി. നല്ല ഭംഗിയാണ് ആ യാത്ര. അപ്പുറം ഇപ്പുറമൊക്കെ ഇഷ്ടംപോലെ മലകളുണ്ട്. പിന്നെ ഒരാൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയും മലയൊക്കെ ഇടിച്ച് കളഞ്ഞ് പ്രകൃതിക്കൊരു കോട്ടം സംഭവിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മനുഷ്യർ ചിന്തിച്ചത് കൊണ്ടാണല്ലോ അത്തരത്തിലൊരു നിർമ്മാണം അവിടെ നടന്നത്. അപ്പം അങ്ങനെ അതിലേക്കൂടെ പോയപ്പോൾ ആ ഒരു സന്തോഷവും എൻ്റെ മനസ്സിൽ തോന്നി. ഇതിൻ്റെ കവാടമൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരം അതിൻ്റെ മൊത്തത്തിലൊരു കിലോമീറ്ററും, പക്ഷേ അതിൻ്റെ പാതയുടെ നീളം 900 സംതിങ്ങേ ഉള്ളൂ. അപ്പം 1 മീറ്ററിന് തികച്ചില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം അത് നല്ലൊരു യാത്രയാണ്. നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് വാഹനങ്ങളൊക്കെ അതുവഴി പോകുന്നു. അപ്പം നമുക്ക് ഈ കൊങ്കണൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ നമ്മളിങ്ങനൊരു പാതയിലൂടെ, അത് റോഡിൽ നമ്മളിങ്ങനൊരു പാതയിലൂടെ പോകുമ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എത്രയോ മനുഷ്യർ എത്രയോ നാൾ എന്നും വേണ്ടി വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടിട്ടാണ് അത്തരത്തിലൊന്ന് നിർമ്മിച്ചെടുത്തത്, അല്ലേ? അപ്പം അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഫലം നമ്മളെല്ലാവരും ചേർന്ന് അനുഭവിക്കുന്നു. നമ്മുടെ ഒരു സുഖമായി മാറുന്നു. അവരുടെ കഷ്ടപ്പാട് നമ്മളുടെ ഒരു സുഖമായി മാറുകയാണ്, അല്ലേ? അപ്പം കഷ്ടപ്പെടാനൊരു മനുഷ്യരുണ്ട്, അല്ലേ? അതൊരു വിഭാഗം. അതിൻ്റെ സുഖം അനുഭവിക്കാൻ മറ്റൊരു വിഭാഗമുണ്ട്. ഈ സുഖം അനുഭവിക്കുന്നവർ തന്നെ മറ്റു പലതിനും വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? ആ ഒരു ചങ്ങല പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരാളൊരു ജോലി ചെയ്യുന്നു, മറ്റൊരാൾ വേറെ ജോലി ചെയ്യുന്നു. ഈ ജോലിയിലെല്ലാം തന്നെ എന്താണ്? കഷ്ടപ്പാട് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാനിവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത്. തുരങ്കത്തിൻ്റെ നിർമ്മാണം ഒക്കെ എങ്ങനെ ആയിരിക്കാം? ഈ ചൂട്, ആ കാലാവസ്ഥ, അത്രയും കഠിനമായ പാറകൾ, അല്ലേ? പൊട്ടിച്ച് മാറ്റി ആ ഒരു രീതിയിൽ ഷേപ്പിൽ എടുത്ത്, അല്ലേ? പാറയൊക്കെ പൊട്ടിക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? പിന്നെ മെഷീൻസൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യർ ചെയ്യേണ്ടത് മനുഷ്യർ തന്നെ ചെയ്യണ്ടേ? അപ്പം ഇനിയും പാലക്കാട് വഴി പോകുന്നവർ, അങ്ങനെ ആ റൂട്ടിൽ പോകുന്നവരൊക്കെ ഇവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ അത് കണ്ടിട്ടൊക്കെ പോകണം. നല്ല പാലക്കാട് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കാരണം ടൂറൊക്കെ കുട്ടികളുടെ ടൂറിന് ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേകതയാണ് പാലക്കാട്. ചൂടെന്ന് പറയുന്നത് ഭയങ്കര ചൂടാണെങ്കിലും ഈ ഒരു നമ്മളെല്ലാവരും ടൂറിന് പോകുന്ന ഒരു കാലയളവിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആ കോടമഞ്ഞും നിറച്ചുള്ള മലകളും, ഇടയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ മഴവില്ല് കാണാൻ പറ്റും. അതും എന്താ ഒരു ഭംഗിയില്ലേ? ഭംഗിയൊക്കെയാണ്. പക്ഷെ അവിടെ താമസിക്കുന്നവരുടെ ജീവിതം അങ്ങനെയാണ്.
പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെ ഈ മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വീട് വെച്ചാൽ മതിയായിരുന്നു നല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് മണ്ണിടിയും എന്നുള്ളത്, അത് പോട്ടെ, നമുക്ക് ഇതിനെ തടുക്കാം. പക്ഷേ അതിലും വലിയ ഭീഷണിയായിട്ടിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ഭീഷണിയാണല്ലേ. അപ്പം അവർ അവിടെ താമസിക്കുന്നവർ എന്തായിരിക്കും ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ചിന്തകൾ. അപ്പോൾ അതിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ അത്തരം സ്ഥലത്ത് താമസിക്കാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് ഇല്ല അല്ലേ. മനുഷ്യരാണ് ഉപദ്രവിക്കാൻ വരുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുമെങ്കിൽ, ഇവർ നമ്മളെക്കാട്ടിലും കരുത്തരായിട്ടുള്ള മൃഗങ്ങളാണ്. അവരുടെ മുന്നിൽ നമ്മൾ ചെന്ന് എന്ത് പറയാൻ അല്ലേ. അപ്പം എല്ലാവരും റിസ്ക് എടുത്തൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് സുഖമായി ജീവിക്കണം എന്ന ഒരു മനസ്സോടുകൂടി എല്ലാവരും കുറേ റിസ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ റിസ്ക്കും വേണം, എല്ലാ കഷ്ടപ്പാടുകളും വേണം. അതിൻ്റെ ഒപ്പം നമ്മളുടെ മനസ്സിന് സന്തോഷം നൽകാനുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തണം. ശരിയല്ലേ? അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.